എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ 2025 കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2025 യൂട്യൂബിന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ടും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ വീഡിയോസിന്റെ എണ്ണമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന്. കാരണം കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തു കേട്ടോ. ഒരു 1000 എബോവ് വീഡിയോസ്, ഷോർട്സ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ഏതാണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എടുത്തതിന്റെ ഒരു ജേണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് കാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് ഒരു വലിയ കടമ്പയായിരുന്നു ട്ടോ. അതൊരു വലിയ ജേണി ആയിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് മേജർ ആക്സിഡന്റ് സംഭവിച്ചതും പിന്നെ റോഡിനോട് ട്രോമയായി. എന്നിട്ട് ആർടി ഓഫീസിൽ പോയി എഴുതി കൊടുത്തു എനിക്ക് ലൈസൻസ് ഇനി വേണ്ട. അതായത് ലേണേഴ്സ് ഒക്കെ പാസ്സായിണ്ടായി. ഒരു പ്രാവശ്യം ഓൾറെഡി എച്ച് എടുത്തിട്ട് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ റീഅപ്ലൈ ചെയ്ത് നമ്മൾ വീണ്ടും ടെസ്റ്റ് എഴുതുമല്ലോ. അപ്പൊ ആ ഒരു പരിപാടിയൊന്നും ഞാൻ ഇനി ചെയ്യുന്നില്ല. ഇനി ഒരിക്കലും റോട്ടില് വണ്ടി ഓടിച്ച് പോവാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടില് ഞാൻ പോയി അതൊക്കെ എഴുതി കൊടുത്ത് അതൊക്കെ വേണ്ടാന്ന് തീരുമാനിച്ച് പിന്നെ ആ ഒരു വർഷം തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ ട്രോമേനെ റിക്കവർ ചെയ്ത് വന്നു. പിന്നെ ഞാൻ വീണ്ടും ടെസ്റ്റിന് അപ്ലൈ ചെയ്തു. അത് പാസ്സായി. 3ാമത്തെ കുത്തിലാണ് ട്ടോ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് കാറിന്റെ. പക്ഷെ ഇന്ന് ഞാൻ വളരെ ബോൾഡായിട്ടും ഹാപ്പി ആയിട്ടും ഡ്രൈവ് ചെയ്യും. അത് ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാര്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ഇമോഷണലി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് അതിനകത്ത് ഇൻസ്പയർഡ് ആയി. അതാണ് എനിക്ക് സന്തോഷം. അതായത് പെട്ടെന്ന് ഒരാൾക്ക് ലൈസൻസ് കിട്ടി, അയാൾ പാസ്സാവുമ്പം ഓക്കെ ഹാപ്പിയാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് നേടിയെടുത്തത്. അപ്പം ഈ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. നമുക്കും പറ്റും അങ്ങനെ ഒരു തോട്ട്. അപ്പൊ അതുപോലത്തെ കമന്റ് ബോക്സിലാണെങ്കിൽ അതുപോലത്തെ മെസ്സേജസ് ഒരുപാടുണ്ട്. കമന്റ്സ് അതായത് നമ്മൾ ഇൻസ്പയർഡ് ആയി, നമ്മൾക്ക് ഒരിക്കലും ഡ്രൈവിംഗ് ലൈസൻസ് പറ്റില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഡിഞ്ചുന്റെ വീഡിയോ കണ്ടപ്പോൾ തോന്നുന്നു പറ്റുംന്ന്. അതൊക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നോ എനർജി ബൂസ്റ്റർ ആണ് എനിക്ക് ആ കമന്റ് ബോക്സ്. ഇപ്പോഴും ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ഞാൻ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് മാത്രമാണ് ട്ടോ. കാരണം ഞാനൊന്ന് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ കാരണം ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ എത്ര ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ട്ടോ. അപ്പൊ ആ ഒരു വീഡിയോ ആണ് എൻ്റെ ഫേവറേറ്റ് വീഡിയോ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുള്ളതില്. പിന്നെ എനിക്കൊരു താങ്ക്സും പറയണം. നിങ്ങൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യണതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയുള്ള വർഷങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ.